നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം എത്താൻ പറ്റുന്നൊരു സ്ഥലമല്ല മൂകാംബിക. അമ്മ കൂടെ നമ്മളെ വിളിക്കാനായിട്ട് തയ്യാറാവണം. പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൽ ഈ പങ്കെടുത്ത ആളാണ് പാലക്കാട്ടെ CPM-ൻ്റെ സ്ഥാനാർത്ഥി. ശോഭ ചേച്ചിയോളം പോകുന്നൊരു സ്ഥാനാർത്ഥി പാലക്കാട് മണ്ഡലത്തിലേക്ക് വേറൊരാളില്ല. എന്നെയൊക്കെ അവരുമായി താരതമ്യം ചെയ്യുന്നത് തന്നെ വളരെ മോശമാണ്. ആ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന ലൈവ് സ്ക്രോളിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ വിട്ടുനിൽക്കും ഇന്നത്തെ പരിപാടിയിൽ നിന്ന്. ഞാനും ശോഭ ചേച്ചിയും തൊട്ടത് നിന്നുകൊണ്ട് ചാനലുകളിൽ ലൈവ് പരിപാടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ചാനലിനകത്ത് വരുന്ന വാർത്തയാണ് ഞാൻ വിട്ടുനിൽക്കുകയാണ്, പ്രതിഷേധിച്ചെന്ന് പറഞ്ഞു. അഗ്രഹാരത്തിലെ അമ്മമാർ ഷാഫി പറമ്പിലിനെ കെട്ടിപ്പിടിക്കുന്നു, മോനെ എന്ന് വിളിക്കുന്നു, ഷാഫി എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു. അതിപ്പോൾ വടകരയിലേക്ക് മാറി എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലൊരു PR വർക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ആ ഇമേജിനെ വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു കപട രാഷ്ട്രീയക്കാരനാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. പാലക്കാടിന് വലിയ പഴക്കവും പാരമ്പര്യവും പൈതൃകവും ഒക്കെയുണ്ട്. ചില സ്ഥലങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പഴയ കാലത്ത് എങ്ങനെയായിരുന്നുവോ അതുപോലെ തന്നെയാണ് പാലക്കാട്. പക്ഷേ അതാണ് പാലക്കാടിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്, പാലക്കാടിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത് അതാണ്. ഇപ്പം ഞങ്ങൾ ഈ മാധ്യമപ്രവർത്തകർ പറയും, എവിടെ ക്യാമറ വെച്ച് കഴിഞ്ഞാലും അടിപൊളി ഫ്രെയിമാണെന്ന് പറയും. അതാണ് പാലക്കാട്. പക്ഷേ പാലക്കാടിൻ്റെ പൊളിറ്റിക്സ് വളരെ ഡിഫറെൻ്റ് ആണ്. അത് യങ് ആണ്, അഗ്രസീവാണ്, എനർജറ്റിക് ആണ്. എനിക്ക് തോന്നുന്നു ആ ഒരു യങ് പൊളിറ്റിക്സിൽ നിന്നാണ് പ്രശാന്ത് ശിവനും ഷാഫി പറമ്പിലുമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഷാഫി പാലക്കാട്ടേക്ക് വന്നയാളാണ്, പ്രശാന്ത് പക്ഷേ തനി പാലക്കാട്ടുകാരനാണ്. പാലക്കാട്ടുകാർ കണ്ണേട്ട എന്ന സ്നേഹത്തോടു കൂടി വിളിക്കുന്ന BJP-യുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. പ്രശാന്താണ് ഇന്ന് എനിക്കൊപ്പം ഉള്ളത്. പ്രശാന്തിന് ചില കാര്യങ്ങൾ നമ്മോട് സംസാരിക്കാനുണ്ട്. പ്രശാന്ത്, നമസ്തേ. ഈ കണ്ണേട്ട എന്നുള്ള വിളി ഞാൻ ഇന്നലെയാണ് കേട്ടോ ആദ്യമായിട്ട് കേൾക്കുന്നത്. നമ്മൾ തമ്മിൽ ഇത്ര കാലം പരിചയം ഉണ്ടെങ്കിലും ഞാൻ ഇന്നലെ പ്രശാന്തുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഇന്നലെ പാലക്കാട് എത്തി, മുറിയെടുത്ത് താമസിച്ചു. അപ്പോൾ വൈകിട്ട് ഇങ്ങനെ വെറുതെ ഒന്ന് നടക്കാനിറങ്ങിയപ്പോൾ മൂത്താന്തറ കണ്ണകി അമ്മൻ ക്ഷേത്രത്തിൻ്റെ അവിടെയൊക്കെ പോയി. പ്രശാന്തിൻ്റെ ഒരു താവളങ്ങളാണല്ലോ അതൊക്കെ. അപ്പം ഇങ്ങനെ പലരും എന്നെ കണ്ട് ചോദിച്ചു, എന്താ ഇവിടെ പാലക്കാട് എന്താ വിശേഷം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പ്രശാന്തുമായിട്ട് നാളെ സംസാരിക്കുന്നുണ്ട്. കാരണം ഓ നമ്മുടെ കണ്ണേട്ടല്ലേ. അപ്പോഴാണ് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു സംഗതി ഉണ്ടല്ലേ എന്ന്. എല്ലാവരും അങ്ങനെ ഓ എന്നുള്ള വാക്ക് അതും പാലക്കാടിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാവരും അങ്ങനെ വിളിക്കാവുന്നല്ലേ കണ്ണേട്ടൻ? അത് ചെറുപ്പം ഇപ്പോൾ എന്നോട് പേര് ചോദിച്ചാലും ഞാൻ പെട്ടെന്ന് പറയുന്നത് കണ്ണെന്നുള്ള തന്നെയാണ് പേര് പറയുന്നത്. ചെറുപ്പം മുതൽ അത് വിളിച്ച് ഞാനും ആ പേര് പറഞ്ഞു തന്നെ ശീലിച്ചു. എല്ലാവരും അങ്ങനെ പറയുന്നത് തന്നെയാണ്. കൂടുതൽ ആളുകൾ വിളിക്കുന്നതും കണ്ണേട്ടൻ എന്നുള്ള പേരിൽ തന്നെയാണ് വിളിക്കുന്നത്. ഞാൻ രാവിലെ ഒരു ഹോട്ടലിൽ കയറി, എന്നിട്ട് 3 ഇഡ്ഡലി കഴിച്ചു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോട്ടലിൽ കൗണ്ടറിലിരിക്കുന്ന ആൾ തന്നെയാണ് ഹോട്ടലിൻ്റെ ഉടമ. ആളും എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പാലക്കാട് വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മളെയൊക്കെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കുമല്ലോ, പ്രത്യേകിച്ച് പാലക്കാട്ടുകാർ. അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞു, ഇതേപോലെ തന്നെ പറഞ്ഞു, പ്രശാന്തുമായിട്ടൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിന് വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. ആള് പിന്നെ കണ്ണൻ എന്നാണ് പറഞ്ഞത്, കണ്ണനുമായിട്ടുള്ള അടുപ്പം എവിടെയൊക്കെ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ആ 3 ഇഡ്ഡലിയുടെ കാശാൾ വാങ്ങിയില്ല, എത്രയൊക്കെ നിർബന്ധിച്ചു. അപ്പോൾ പാലക്കാട്ടുകാരൻ എന്ന് അത് തനി പാലക്കാട്ടുകാരനാണ് പ്രശാന്ത്. ഇപ്പോൾ പ്രശാന്ത് ഇൻസ്റ്റാ റീൽസൊക്കെ കാണുമ്പോൾ പ്രശാന്ത് വളരെ അടിപൊളിയാണ്, യങ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനർജറ്റിക് ആണ്, ഭയങ്കര ഗ്ലാമറുള്ളൊരു BJP ലീഡറാണ്. പക്ഷെ തനി പാലക്കാട്ടുകാരനാണ് അല്ലേ? പാലക്കാടിനോടുള്ള ഒരു അടുപ്പം. അത് ഞാൻ ജനിച്ചതും വളർന്നതും എല്ലാം പാലക്കാട് തന്നെയാണ്. പിന്നെ നമ്മൾ പണ്ട് കാലം തൊട്ട് പറയാറുണ്ട്, നമ്മൾ എവിടെ പോകുന്ന സമയത്തും നമ്മളോടൊപ്പം നമ്മുടെ നാടും വളരണം എന്നുള്ളത്. അത് 2 അർത്ഥത്തിലാണ്. അതായത് നമ്മുടെ ഗ്രാമത്തിനകത്ത്, നമ്മുടെ നാടിനകത്ത് ഉണ്ടാകുന്ന അടിസ്ഥാനപരമായിട്ടുള്ള വികസനം എന്നതിനേക്കാൾ ഉപരി ഓരോ ആളുകളും അവർ വളരുന്നതിനോടൊപ്പം തന്നെ അവരുടെ ഗ്രാമത്തിനെ, അവരുടെ ജില്ലയെ, അവരുടെ രാജ്യത്തെ എല്ലാം കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുപോകാറുണ്ട്. ആ നാടിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് അവർ മാറാറുണ്ട്. ചെറിയൊരു ഉദാഹരണം, ലയണൽ മെസ്സി എന്നുള്ളൊരു പേര് മാത്രം മതി അർജൻറ്റീന എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം. സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയുന്ന സമയത്ത് ലോകത്തെമ്പാടും ഇന്ത്യൻ ക്രിക്കറ്റർ എന്നുള്ള രീതിയിൽ ഇന്ത്യ എന്നുള്ളൊരു പേര് വരുന്നുണ്ട്. അത്തരത്തിൽ നമ്മൾ നമ്മുടെ നാടിനെ കൂടെ നമ്മൾ കൈപിടിച്ച് കൊണ്ടുപോയി നമുക്കുണ്ടാവുന്ന ഓരോ നേട്ടവും നമ്മുടെ നാടിന് കൂടെ അർഹതപ്പെട്ട നേട്ടമാണ് എന്നുള്ള രീതിയിൽ കണ്ടുകൊണ്ട്, പ്രത്യേകിച്ച് ഞാനൊക്കെ എവിടെ പോകുന്ന സമയത്തും എന്താ പറയുക, വളരെ പഠിക്കുന്ന കാലം മുതൽ തന്നെ ഒരു പ്രൗഡ് ടു ബി എ പാലക്കാടൻ എന്നുള്ള രീതിയിൽ
പാലക്കാട്ടുകാരാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നതിന് യാതൊരുവിധ മടിയുമില്ല. അങ്ങനെ പാലക്കാടിൻ്റെ പെരുമ ലോകം മുഴുവൻ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഞാൻ ഇന്നലെ ആ ക്ഷേത്രത്തിൻ്റെ അവിടെ പോയപ്പോൾ കണ്ണകി അമ്മൻ കോവിൽ അല്ലേ, അവിടെയുള്ള ആൾക്കാർ ഒരു കാര്യം കൂടി പറഞ്ഞു, വീട്ടിലൊന്നും ഉണ്ടാവില്ല, കണ്ണേട്ടൻ കുറച്ച് കഴിഞ്ഞാൽ ഇവിടേക്ക് വരും, ഇവിടെ വരാതെ എങ്ങോട്ടും കണ്ണേട്ടൻ പോകാറില്ല എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ആ കണ്ണകി അമ്മൻ കോവിലും പിന്നെ തൊട്ടടുത്തുള്ള ആ ഗണപതി ക്ഷേത്രവും അല്ലേ, അത് നിത്യം അവിടെ പോയിട്ട് പ്രശാന്ത് വേറെ എവിടെ പോകാറുള്ളൂ? എല്ലാ ദിവസവും രാവിലെ അമ്പലത്തിൽ കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ നേരത്തെ ഇറങ്ങുകയാണെങ്കിലും ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ഇറങ്ങുകയാണെങ്കിലും അവിടെ അമ്പലത്തിന് തൊട്ട് മുമ്പിലുള്ള ഗണപതിയുടെ അമ്പലമുണ്ട്, അവിടെ തൊഴുതിട്ട് പോലും. ഇനി എത്ര വൈകിയാലും പരമാവധി ഒരു 5 മിനിറ്റെങ്കിലും രാത്രി ഇനി 12 മണിക്കാണെങ്കിലും 2 മണിക്കാണെങ്കിലും എത്തുന്ന സമയത്താണെങ്കിലും പരമാവധി സമയത്ത് അമ്പലത്തിന് മുന്നിൽ ആൽത്തറയിൽ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ എത്രയെങ്കിലും ചെറിയൊരു സമയമെങ്കിലും സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. നമ്മൾ വളർന്ന നാട്, നമ്മുടെ പ്രദേശം, അവിടുത്തെ മൂത്താന്തറ അമ്പലം, ഗ്രൗണ്ട്, ആൽത്തറ, ഇതൊക്കെ എന്നെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അത്രമേൽ പ്രിയപ്പെട്ട സ്ഥലങ്ങളാണ്. നമ്മുടെ മനസ്സിനകത്തുള്ള ചില എന്താ പറയുക, നമ്മുടെ എന്തൊക്കെ തരത്തിലുള്ള വിഷമങ്ങളുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് ഒരു വൈകിട്ട് ആൽത്തറയിൽ പോയി ഇരുന്ന് അവിടെയുള്ള ആ കുളത്തിൻ്റെ പരിസരം, ആൽത്തറ, അമ്പലം ഒക്കെ കൂടെ മൊത്തത്തിലൊരു പോസിറ്റീവ് വൈബാണ്. നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് മറന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റിയ ഒരു പോസിറ്റീവ് എനർജി, നമ്മളെ എല്ലാവരെയും ഒരു ചില്ലാക്കുന്ന എന്തോ ഒരു വൈബ് അവിടെ ഉണ്ട്. കേരളം വിട്ടാൽ മൂകാംബികയാണ് തോന്നുന്നു പതിവായിട്ട് പോകാറുള്ള ഒരു ക്ഷേത്രം. ധാരാളം സാധിക്കുന്ന സമയത്തെല്ലാം അമ്മയുടെ അടുത്തേക്ക് എത്താറുണ്ട്. പിന്നെ നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മാത്രം എത്താൻ പറ്റുന്നൊരു സ്ഥലമല്ല മൂകാംബിക. അമ്മ കൂടെ നമ്മളെ വിളിക്കാനായിട്ട് തയ്യാറാവണം. പിന്നെ എനിക്ക് ഏറ്റവും അധികം എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ചില സ്ഥലങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ കുലദേവതയായിട്ടുള്ള മുരുകൻ്റെ അടുത്തേക്ക് പഴനി, 2 മൂകാംബിക അമ്മയുടെ അടുത്തേക്ക്, 3 ഗുരുവായൂരിലേക്ക്. ഈ 3 സ്ഥലത്തോട്ടും അടിക്കടി നമ്മെ അങ്ങോട്ട് മാടി വിളിക്കുന്നത് പോലെയുള്ള തോന്നലുകൾ ഉണ്ടാവാറുണ്ട്. എല്ലാ സമയത്തും നമ്മൾ മനസ്സിനകത്ത് പ്രയാസങ്ങൾ വരുന്ന സമയത്തൊക്കെ ഈ 3 ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ അന്തരീക്ഷത്തെക്കുറിച്ചും മനസ്സിനകത്തൊന്ന് കണ്ണടച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അമ്മ കൂടെ ഉള്ളതുപോലെ തന്നെയുള്ള ഒരു കരുത്ത് നമുക്ക് കിട്ടാറുണ്ട്. പേരിൽ തന്നെ ശിവനുണ്ട്, ശിവഭക്തൻ കൂടിയാണ്. ഈ അടുത്ത് വാരണാസി യാത്ര നടത്തി, ഇൻസ്റ്റയിലൊക്കെ ധാരാളം റീൽസ് ഞാൻ കാണുന്നുണ്ടായി. എന്താണ് വാരണാസി അനുഭവം? വാരണാസിയെക്കുറിച്ച് എന്താ പറയുക, പ്രത്യേകിച്ച് പറയാൻ നമുക്ക് വാക്കുകൾ ഉണ്ടാവില്ല. അത് ഒരു അനുഭവമാണ്. വാരണാസിയെക്കുറിച്ച് നമുക്ക് എഴുതാനാണെങ്കിൽ വരികൾ തികയാറില്ല, പറയാനാണെങ്കിൽ വാക്കുകൾ തികയാറില്ല. അതൊരു അനുഭവമാണ്, ഒരു അനുഭൂതിയാണ്. വാരണാസിയിലെ ഓരോ ഗംഗാ തീരത്തെ മണൽത്തരികൾക്കാണെങ്കിലും ശരി, ഗംഗയിലൂടെ ഒഴുകുന്ന വെള്ളത്തിനാണെങ്കിലും ശരി, അവിടുത്തെ ഘാട്ടുകൾക്കാണെങ്കിലും ശരി, അവിടുത്തെ ഓരോ തൂണുകൾക്കാണേലും കൽപ്പടവുകൾക്കാണേലും 1000 അനുഭവങ്ങൾ നമുക്ക് പകർന്നു തരുവാനായിട്ടുണ്ട്. പറഞ്ഞു തരുവാനായിട്ടല്ല, അനുഭവങ്ങൾ പകർന്നു തരുവാനായിട്ടുണ്ട്. കാശി എന്ന് പറയുന്നത് വീണ്ടും 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 നമുക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്ന ഒരിടമാണ്. ഓരോ തവണ നമ്മൾ അവിടെ പോകുന്ന സമയത്തും നമ്മളെന്താ പറയുക, ഒരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്ന സ്ഥലമാണ് കാശി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനകത്തുള്ള മലീമസമായി കിടക്കുന്ന ചിന്തകളാണെങ്കിൽ ശരി, നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളാണെങ്കിലും ശരി, കാശിയിലൊന്ന് പോയി വന്നു കഴിഞ്ഞാൽ തിരിച്ചിവിടെ എത്തേണ്ട താമസം വീണ്ടും അങ്ങോട്ട് തന്നെ പോകാനായിട്ട് നമ്മുടെ മനസ്സ് കാത്തിരിക്കുന്നൊരിടമാണ് കാശി എന്ന് പറയുന്നത്. അവിടുത്തെ ഓരോ കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അത് മണികർണികയായാലും ശരി, കാലഭൈരവ ടെമ്പിൾ ആയാലും ശരി, കാശി വിശ്വനാഥൻ്റെ സന്നിധിയിലാണെങ്കിലും ശരി, എല്ലായിടത്തും നമ്മെ എന്നും അങ്ങോട്ടേക്ക് അത്രമേൽ ആകർഷിക്കുന്ന മറ്റൊരിടം ഈ ലോകത്തുണ്ടാവില്ല. അത്രയ്ക്ക് പവിത്രമായ ദേവഭൂമിയാണ് കാശി എന്ന് പറയുന്നത്. സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിന് ശേഷമാണ് നമ്മളിങ്ങനെ സംസാരിക്കാനിരിക്കുന്നത് പ്രശാന്ത്. വിവാദങ്ങളും ഒപ്പം ഉണ്ടായി, മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ. അതിൽ ദൗർഭാഗ്യകരമായ ഒന്ന് വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചു എന്നതിന് ചൊല്ലിയാണ്. CPM ആണ് അത് ചൊല്ലാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നത്. റിയാസ് പോസ്റ്റ് ഇട്ടു, അറിയാലോ. എൻ്റെ ചോദ്യം, വന്ദേ മാതരം പൂർണ്ണമായി ആലപിച്ചാൽ അതും ഒരു പുതിയ സർക്കാർ അധികാരമേൽക്കുന്ന സന്ദർഭത്തിൽ എന്താണ് പ്രശ്നം, എന്താണ് കുഴപ്പം എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നത് പ്രശാന്തിന് അക്കാര്യത്തിൽ ഒരു കൃത്യമായ നിലപാടുണ്ടായിരിക്കും.
അല്ല, ഇതിനകത്ത് കൃത്യമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മുന്നിൽ വെച്ചുകൊണ്ട് മാത്രമാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ദേശീയ ഗാനത്തോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് ദേശീയ ഗീതം തന്നെ. നമ്മൾ ജനഗണമന പാടുന്ന അതേപോലെ തന്നെ വന്ദേ മാതരവും ആലപിക്കേണ്ടതായിട്ടുണ്ട്. കാലങ്ങളായിട്ട് പതിറ്റാണ്ടുകളോളം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസ്സുകാർ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് വന്ദേ മാതരത്തിനോട് എന്തോ ഒരു ഗ്യാപ്പ് അവർ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് ശ്രമിച്ചു. അതിനകത്ത് നമ്മൾ നോക്കിയാൽ മനസ്സിലാക്കുക, വന്ദേ മാതരം എന്ന് പറയുന്നതിലൂടെ പ്രത്യേകിച്ച് അതിനകത്തൊന്നും വരുന്നില്ല. അതിനകത്ത് ഭാരതത്തെ വന്ദിക്കുന്നു, നമിക്കുന്നു എന്നുള്ളൊരു അർത്ഥം വരുന്നത് തന്നെയാണുള്ളത്. അതിനകത്ത് വരുന്ന ചില വാക്കുകളായിരിക്കും ഇവർക്കൊരു പക്ഷേ പ്രശ്നമുണ്ടാക്കുന്നത്. എന്താണ്? തും ഹി ദുർഗാ ദശപ്രഹരണധാരിണി. അപ്പോൾ അതിനകത്ത് 10 കൈകളിലും ശസ്ത്രങ്ങൾ ആയുധങ്ങളുമായി നിൽക്കുന്ന ദുർഗാദേവി എന്നൊക്കെ പറയുന്നത് പലർക്കും ഉൾക്കൊള്ളാൻ സാധിക്കില്ലേ എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ ഇതിനകത്ത് ദേശസ്നേഹികളായ ആളുകൾക്ക് അവിടെ ജാതിയോ മതമോ ഒന്നും വിഷയമല്ല. വന്ദേ മാതരത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വോട്ട് ബാങ്കിനെ വെച്ചുകൊണ്ട് അവർക്കിടയിൽ ബോധപൂർവം സ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ ബോധപൂർവം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് മുന്നോട്ട് കാലങ്ങളായിട്ട് കൊണ്ടുവന്നിരുന്നൊരു കാര്യമായിരുന്നു ഇന്ത്യ മഹാരാജ്യത്തെ ഇത്തരത്തിൽ. അതിവിടെ കമ്മ്യൂണിസ്റ്റുകാർ ഏറ്റുപിടിച്ചിരിക്കുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ദേശസ്നേഹികളായ ആളുകൾക്ക് അവിടെ ഇതൊരു വിഷയമേ അല്ല. പ്രത്യേകിച്ച് ഇതിനകത്ത് ഗാന്ധിജി രൂപമാറ്റം വരുത്തിയിട്ടുള്ള ഈശ്വര അള്ള തേരാ നാം എന്നുള്ള മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് അതെല്ലാം ഇരു കൈയും നീട്ടി സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് ഇന്നാട്ടിലെ ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ. പക്ഷേ അവിടെ തുംഹി ദുർഗാ ദശപ്രഹരധാരിണി എന്ന് പറയുന്ന സമയത്ത് അത് പാടുന്നതിന് ബുദ്ധിമുട്ട് കൊണ്ടുവരുന്ന ആളുകൾ ഇവിടെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് സഹിഷ്ണുതയുടെ എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയി യാതൊരുവിധ തരത്തിലുള്ള ഒരു ഇങ്ങോട്ടുള്ള അടിച്ചമർത്തലുകളും എല്ലാം വരുന്ന സമയത്ത് അതിനെ എല്ലാം സഹിഷ്ണുതാ മനോഭാവത്തോടു കൂടി സ്വീകരിച്ച് ഇരുകൈയും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് സർവനാശത്തിലേക്കായിരിക്കും ചെന്നെത്തുക. അസഹിഷ്ണുത കാട്ടുന്ന ആളുകൾക്ക് എവിടെയാണോ ബ്രേക്ക് ഇടേണ്ടത്, എവിടെയാണോ ഫുൾ സ്റ്റോപ്പ് വെക്കേണ്ടത്, അവിടെ ഫുൾ സ്റ്റോപ്പ് വെക്കാൻ ഇന്നാട്ടിലെ ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ തയ്യാറാവണം. ഇല്ലാത്തിടത്തോളം കാലം ഈ സഹിഷ്ണുത കാട്ടി നടക്കുന്ന ആളുകളെ അപ്പാടെ വിഴുങ്ങുന്ന തരത്തിലേക്ക് അസഹിഷ്ണുത അവിടെ പടർന്ന് പന്തലിക്കും. ഇതിൽ ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ദേശീയതയുടെയും ദേശീയ താല്പര്യങ്ങളുടെയും കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസ് 1 പോയിൻ്റ് പോലും കോംപ്രമൈസ് നമ്മൾ ചെയ്യാനായിട്ട് തയ്യാറാവരുത്. ഇത്തരത്തിൽ വന്ദേ മാതരം പാടുന്ന സമയത്ത് അതിൽ ആശങ്കയുണ്ടായി എന്ന് പറയുന്ന മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് എറണാകുളത്ത് ഒരു പെൺകുട്ടിയെ ഒരു ഫ്ലാറ്റിനകത്ത് ബലാത്സംഗം ചെയ്യപ്പെട്ട് അവിടുന്ന് ആ പെൺകുട്ടി വിവസ്ത്രയായി ജീവന് വേണ്ടി ഓടിയ അനുഭവം ഉണ്ടായത്. ആ സമയത്ത് ഇങ്ങേർക്ക് ആശങ്കയോ ഞെട്ടലോ ഒന്നും ഉണ്ടായില്ല. അപ്പോൾ ഇവിടെ വേണ്ട സമയത്ത് ഇതൊന്നും ഉണ്ടാവാതെ ഇന്നാട്ടിലെ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ ഇത് നിങ്ങൾക്ക് വേണ്ടാത്തതാണ്, ഞങ്ങളാണ് നിങ്ങളെ സംരക്ഷിക്കാൻ പോകുന്നത് എന്ന ചിന്ത വരുത്തുന്നതിന് വേണ്ടി തുടക്കം മുതൽ ഇത്തരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഹമ്മദ് റിയാസിനെ പോലുള്ള ആളുകളാണെങ്കിലും വസീഫിനെ പോലുള്ള ആളുകളാണെങ്കിലും എല്ലാം ശ്രമിക്കുന്നത്. പക്ഷേ അതൊക്കെ ഇന്നാട്ടിലെ ജനാധിപത്യ ബോധമുള്ള ദേശസ്നേഹികളായ ആളുകൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പണ്ട് ഈ ബംഗാൾ വിഭജനത്തിൻ്റെയൊക്കെ സമയത്ത് ബാരിസാരിയിലെ തെരുവീഥികളിലൂടെ തലയിൽ റിബണും കെട്ടിക്കൊണ്ട് വന്ദേ മാതര ഗാനം ഉറക്കെ പാടിക്കൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ള ലക്ഷക്കണക്കിന് ദേശസ്നേഹികളുടെ മണ്ണാണിത്. വന്ദേ മാതര ഗാനം പാടിക്കൊണ്ട് വന്ദേ മാതരം എന്നുള്ള വാർ ക്രൈ ഉച്ചത്തിൽ ആക്രോശിച്ചുകൊണ്ട് ശത്രുക്കൾക്ക് നേരെ പാഞ്ഞെടുക്കുന്ന ആ ഒരു വീര്യം പ്രദർശിപ്പിച്ചിട്ടുള്ള മണ്ണാണിത്. ഇവിടെ ക്രിക്കറ്റ് കളി കാണുന്ന സമയത്ത് മാത്രം ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതിനകത്ത് ഇന്നാട്ടിലെ ഓരോ ജനങ്ങളുടെയും മനസ്സിനകത്ത് ഇതെൻ്റെ നാടാണ്, ഇത് എൻ്റെ ഭാരതമാണ്,
ഈ നാടിനെ ഞാൻ പ്രണമിക്കുന്നു, ഈ നാടിനെ ഞാൻ ആദരിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിനകത്തൊരു ദിനചര്യയായിട്ട് അല്ലെങ്കിൽ ജീവിത ശൈലിയായിട്ട് മാറേണ്ടതായിട്ടുണ്ട്. മറിച്ച് ഇവിടെ ഈ രാജ്യത്തെ കഷണം കഷണമാക്കി വെട്ടിനുറുക്കും എന്ന് പറയുന്ന വിഘടനവാദികൾക്ക് കുടപിടിക്കുന്ന ആളുകൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഇവിടുത്തെ ദേശസ്നേഹികൾ ഒന്നടങ്കം ഒരുമിച്ച് ചേർന്ന് പറയേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. പക്ഷേ ഇനി ഇവരുടെ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളൊന്നും ഇവിടെ വിലപ്പോവില്ല. ശക്തമായി തന്നെ ഇവിടുത്തെ ദേശീയവാദികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇതിനെയെല്ലാം ചെറുത്ത് തോൽപ്പിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശരി, ഇപ്പോൾ നിയമസഭയിലേക്ക് 3 പേരെ എത്തിക്കാൻ BJPക്ക് സാധിച്ചിരിക്കുന്നു. ചാത്തന്നൂരിൽ BB ഗോപകുമാർ, മുരളീധരൻ കഴക്കൂട്ടത്ത്, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ. പക്ഷേ അതോടൊപ്പം ചേർക്കേണ്ട ചില പേരുകാർ കൂടി ഉണ്ടായിരുന്നു. BJPയുടെ സംസ്ഥാന നേതൃത്വവും വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. പാലക്കാട് പിടിക്കാൻ സാധിക്കും, മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ ജയിക്കും. അത് സാധിച്ചില്ല. മഞ്ചേശ്വരത്ത് ക്രോസ് വോട്ട് ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ പാലക്കാട് വിജയം ഉറപ്പായിരുന്നു. വിജയിച്ച് വരാവുന്ന അനുകൂലമായ ഘടകങ്ങൾ ഇക്കുറി ഏറെ ഉണ്ടായിരുന്നു BJPക്ക്. എന്നിട്ടും BJPക്ക് അതിന് സാധിച്ചില്ല. സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് പട നയിച്ച, പ്രചാരണം നയിച്ച ഒരാൾ എന്ന നിലയിൽ പ്രശാന്ത് അതിൽ ദുഃഖിതനാണ്. 100% തീർച്ചയായും പാലക്കാട് മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വിജയിച്ച് കയറേണ്ടത് തന്നെയായിരുന്നു. നമ്മൾ ഈ പാലക്കാട് തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രമെടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചില കണക്കുകൾ നമുക്കത് വ്യക്തമാക്കി തരും. ഇവിടെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ 38,000 വോട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത്. അതിനുശേഷം നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അവർ ഒരു പടി കൂടെ മുന്നോട്ട് കിടന്ന് 42,000 വോട്ടിലേക്ക് എത്തി. 3-ാം സ്ഥാനത്തായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനം. 40,000-ത്തിലും താഴെയാണ് വോട്ട് BJPക്ക് ലഭിച്ചത്. ഈ 42,000 വോട്ട് ലഭിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ച് കയറരുത് എന്നുള്ള ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിങ്ങൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് BJP ജയിക്കുന്നതിനുള്ള അവസരമായി മാറും എന്നുള്ള രീതിയിൽ കോൺഗ്രസ്സുകാരുടെ പ്രചരണം ഉണ്ടായിരുന്നു. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം നമ്മൾ നോക്കുന്ന സമയത്ത് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്തും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും 40,000-ത്തിൽ താഴെ വോട്ടുണ്ടായിരുന്ന BJP 49,000 ശിഷ്ടം വോട്ടിലേക്ക് എത്തുന്നു. 42,000 വോട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് 32,000-ത്തിലേക്ക് താഴുന്നു. 10,000 വോട്ട്. ഈ 10,000 വോട്ട് പോകുന്നത് കോൺഗ്രസിലേക്കാണ്. ഇവിടെ BJP വരരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ബോധപൂർവമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരിയ്ക്കുന്ന കൊമ്പ് തന്നെ മുറിച്ചു മാറ്റിയിരിക്കുക. തുടക്കം മുതൽ അവിടെ കാര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ഒരു ആർജവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നില്ല. അവരുടെ ചിഹ്നത്തിലല്ല മത്സരിച്ച്. 2, ഈ തെരഞ്ഞെടുപ്പിൽ ഉടനീളം അവർ പറഞ്ഞത് അവർ ജയിച്ചു കയറും എന്നുള്ള തരത്തിലൊക്കെ പ്രചരണം നടത്തിയപ്പോഴും അവരുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ നടത്താതെ ആ വോട്ട് കോൺഗ്രസിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് BJPയെ പരാജയപ്പെടുത്തുക എന്നത് മാത്രമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു രീതി. തങ്ങൾ ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, BJP ഇവിടെ ജയിക്കരുത് എന്നുള്ള ചിന്തയോടുകൂടി സ്ഥാനാർത്ഥിക്ക് അറിയുമായിരുന്നു. NMR റസാക്ക് ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണോ സ്ഥാനാർത്ഥി? അല്ല, ഇതിനകത്ത് നമ്മൾ അത്തരത്തിൽ അനുമാനിക്കേണ്ടിയിരിക്കുന്നല്ലോ. കാരണം ഈ കാലം അത്രയും കോൺഗ്രസിൻ്റെ സന്തത സഹചാരിയായി നിന്നുകൊണ്ട് ഈ കഴിഞ്ഞ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ആഹ്ലാദ പ്രകടനത്തിൽ ഈ പങ്കെടുത്ത ആളാണ് പാലക്കാട്ടെ CPM-ൻ്റെ സ്ഥാനാർത്ഥി. ഒരു സുപ്രഭാതത്തിൽ സ്വതന്ത്രനായി വന്ന് മത്സരിക്കുന്നു. അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന സമയത്ത് അവർക്ക് നിലനിൽപ്പ് പോലും ഇല്ലാത്ത തരത്തിലേക്ക് അവരുടെ വോട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇതേ അവസ്ഥ തന്നെയാണ് മഞ്ചേശ്വരത്തും ഉണ്ടായിരിക്കുന്നത്. BJP ജയിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ക്രോസ് വോട്ടിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനം കുറച്ചുകൂടെ ശക്തമാക്കി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏകപക്ഷീയമായി വിജയിക്കുന്നതിനാവശ്യമായി 50% വോട്ട് വാങ്ങുന്ന തരത്തിലേക്ക് പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം മുതൽ മെയ് മാസം 5-ാം തീയതി മുതൽ 2029-ലേക്കുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും അവസാനത്തെ പ്രവർത്തകനെ വരെ സജ്ജമാക്കി അവസാനത്തെ വോട്ടറെയും ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്ന തരത്തിലേക്ക് പാർട്ടിയെ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ചലിപ്പിക്കുന്നതിനായി പാർട്ടിയുടെ അവസാനത്തെ പ്രവർത്തകരെയും പ്രവർത്തനത്തിൽ സജ്ജമാക്കി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 150% വോട്ട് വാങ്ങിക്കൊണ്ട് പാലക്കാട് മണ്ഡലത്തിൽ തീർച്ചയായും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു വിജയക്കൂടി പാറിപ്പിക്കുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുവാൻ
ഞാനടക്കമുള്ള സാധാരണക്കാരായ ധാരാളം പ്രവർത്തകരാണ് ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവർത്തിക്കുവാനായിട്ട് പോകുന്നത്. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിലെ കാലങ്ങളായി അവഗണന നേരിടുന്നുണ്ട്. അതെല്ലാം നമ്മൾ തുറന്നു കാട്ടിക്കൊണ്ട് അതിനെതിരെ ശക്തമായ സമരപരമ്പരകൾ, പാർട്ടിയുടെ അടിസ്ഥാന പ്രവർത്തനങ്ങൾ എല്ലാം നയിച്ചുകൊണ്ട് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാനായിട്ട് പാലക്കാട് ശ്രമിക്കുന്നുള്ളതാണ് ഈ ഒരു അവസരത്തിൽ. ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഒരു വിമർശനം ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്തും ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് മണ്ഡലത്തിൽ നിന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനം, ഇപ്പോൾ കഴക്കൂട്ടത്ത് വി മുരളീധരൻ കാഴ്ചവെച്ചതുപോലുള്ളൊരു പ്രവർത്തനം, അല്ലെങ്കിൽ ചാത്തന്നൂരിൽ ബി ഗോപകുമാർ, അവരൊക്കെ മണ്ഡലത്തിൽ നിന്ന് മാറിപ്പോകുന്നില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് പല മണ്ഡലങ്ങളിലേക്ക് മാറി മത്സരിക്കുന്ന ഒരു രീതി ഉണ്ടായതുകൊണ്ട് തന്നെ പാലക്കാട് അതും പരാജയത്തിന് കാരണമായി എന്നൊരു വിലയിരുത്തലുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ പാലക്കാട് വന്നിട്ട് നമ്മൾ പലരോടും സംസാരിക്കുമ്പോൾ പ്രശാന്ത് ശിവനായിരുന്നുവെങ്കിൽ കുറെ കൂടി വിജയസാധ്യത ഉണ്ടാകുമായിരുന്നു എന്നൊരു വിലയിരുത്തൽ സമാന്തരമായിട്ട് വരുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ഒരു പ്രസക്തമല്ലാത്ത വാദമാണ്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് സ്ഥാനാർത്ഥിയായിട്ട് ആര് വരുന്നു എന്നുള്ളതൊരു വിഷയമല്ല. പ്രത്യേകിച്ച് നമ്മുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കൃത്യമായിട്ട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടുത്തെ പാലക്കാട് നഗരസഭയിലെ വികസന പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ MLAയുടെ പോരായ്മകൾ, അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ പ്രവർത്തനം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. പിന്നെ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഭാരതീയ ജനതാ പാർട്ടിക്ക് നൽകാൻ പറ്റുന്നതിൽ വെച്ചുകൊണ്ട് ഏറ്റവും മികവുറ്റൊരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് പാലക്കാടിന് ലഭിച്ചിരുന്നത്. ശോഭ ചേച്ചിയോളം പോകുന്നൊരു സ്ഥാനാർത്ഥി പാലക്കാട് മണ്ഡലത്തിലേക്ക് വേറൊരാളില്ല. എന്നെയൊക്കെ അവരുമായി താരതമ്യം ചെയ്യുന്നത് തന്നെ വളരെ മോശമാണ്. കാരണം എന്താ വെച്ചാൽ രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം അനുഭവ സമ്പത്തുള്ള ഈ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഈ കഴിഞ്ഞ കാലം അത്രയും ഇവിടുത്തെ അവശത അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട്, ഇവിടെ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയധികം സമര പോരാട്ടങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള ശോഭ ചേച്ചിയെ പോലുള്ള ഒരാൾ തന്നെയാണ് പാലക്കാട് 100% മത്സരിക്കേണ്ടിയിരുന്നത്. അവരുടെ പ്രവർത്തനം നമ്മൾ നോക്കിക്കഴിഞ്ഞു വെച്ചാൽ വളരെ മികച്ച രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനം തന്നെയാണ് ശോഭ ചേച്ചി മണ്ഡലത്തിൽ കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ പത്രമാധ്യമങ്ങളിലൂടെ വന്നു എന്ന് പറയുന്ന വാർത്ത സംസ്ഥാന സമിതിയിൽ അത് തികച്ചും അടിസ്ഥാനരഹിതമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയിൽ വന്നിട്ടില്ല. ശോഭ ചേച്ചിയുടെ പ്രവർത്തനം വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനം തന്നെയാണ് അവർ പാലക്കാട് മണ്ഡലത്തിൽ നടത്താനായിട്ട് സാധിച്ചത്. നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. പിന്നെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പറയാറുണ്ട്, എല്ലാ ഇക്വേഷൻസും ഒരേപോലെ ശരിയായി വരുന്ന സമയത്താണ് വിജയം എന്നുള്ളത് എത്താനായിട്ട് സാധിക്കുക. നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇക്വേഷൻസ് എല്ലാം ശരിയാക്കി കൊണ്ടുവന്നു. പക്ഷെ അതോടൊപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു 40-45,000 വോട്ടിലേക്ക് എത്തും എന്നുള്ളതും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവരുടെ വോട്ടിൽ വന്നിട്ടുള്ള കുറവ് അത് നമ്മുടെ വിജയത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്നുള്ളതാണ് നമ്മൾ. എങ്കിലും ചില ജാഗ്രത കുറവുകൾ സംഭവിച്ചതായി തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വോട്ടിന് നോട്ട് വിവാദം തിരിച്ചടിയായി എന്നൊരു വിലയിരുത്തലുണ്ട്. മാത്രമല്ല രമേഷ് പിഷാരടിയെ തടഞ്ഞ സംഭവം, അത്തരം സംഭവങ്ങളൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? അതൊരു ഒറ്റപ്പെട്ടൊരു സംഭവമായിട്ടാണ് ഈ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതിനകത്ത് ബോധപൂർവം മാധ്യമങ്ങൾ ഉൾപ്പെടെ സൃഷ്ടിച്ച ഒരു നരേറ്റീവ് വരുന്നത്. മാധ്യമങ്ങൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ടിയിരുന്ന വിഷയം എന്തായിരുന്നു? രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ സിറ്റിംഗ് MLAക്ക് സ്വന്തം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ സാധിക്കാത്തതായിട്ടുള്ള ഒരു മണ്ഡലം ഉണ്ടെങ്കിൽ അത് പാലക്കാട് മണ്ഡലമായിരുന്നില്ലേ? അതിനെക്കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ യാതൊരുവിധ തരത്തിലുള്ള വാർത്തയും ആ സമയത്ത് കൊടുത്തിരുന്നില്ല. ഇവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്രത്തോളം വിഷയങ്ങൾ ഉണ്ടായിട്ടും അതെല്ലാം തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ബോധപൂർവം മാധ്യമങ്ങൾ തിരസ്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നില്ലേ? പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വിജയിച്ചു വന്നിട്ടുള്ള സിറ്റിംഗ് കൗൺസിലർ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മുന്നിൽ നിന്ന് പട നയിച്ച ഒരാൾ, ഇവിടെ ഇപ്പോഴത്തെ പാലക്കാട് MLA രമേഷ് പിഷാരടി ഇവിടെ എത്തിയ സമയത്ത് അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ നയിച്ച ഒരാൾ, അദ്ദേഹം ഒരു ലൈംഗിക ആരോപണത്തിൽ പെട്ടുകൊണ്ട് ഇന്ന് ഈ ഇൻ്റർവ്യൂ നടക്കുന്ന ദിവസം വരെ അദ്ദേഹം ഒളിവിലാണ്. പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള വാർത്തകളെല്ലാം മുക്കിക്കൊണ്ട് കോൺഗ്രസിനെതിരെ വന്ന വാർത്തകളൊന്നും ചർച്ച ചെയ്യപ്പെടാതെ ബോധപൂർവം ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു നരേറ്റീവ് ആദ്യമേ സൃഷ്ടിച്ചു. ശോഭാ സുരേന്ദ്രൻ വിജയിക്കരുത് എന്ന തരത്തിലുള്ള ഒരു മീഡിയ നരേറ്റീവ് ആദ്യഘട്ടം മുതൽ പാലക്കാട് മണ്ഡലത്തിലുണ്ടായിരുന്നു. ഇവിടെ ഒരു ചാനലിനകത്ത്
ശോഭ ചേച്ചി ഇവിടെ പാലക്കാട് എത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുമരെഴുത്ത് ഉദ്ഘാടനം നടക്കുകയായിരുന്നു. ആ ചാനലിൽ വന്നുകൊണ്ടിരിക്കുന്ന ലൈവ് സ്ക്രോളിങ്ങിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ശോഭാ സുരേന്ദ്രൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ വിട്ടുനിൽക്കും ഇന്നത്തെ പരിപാടിയിൽ നിന്ന്. ഞാനും ശോഭ ചേച്ചിയും തൊട്ട് നിന്നുകൊണ്ട് ചാനലുകളിൽ ലൈവ് പരിപാടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ചാനലിനകത്ത് വരുന്ന വാർത്തയാണ് ഞാൻ വിട്ടുനിൽക്കുകയാണ് പ്രതിഷേധിച്ചെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ജനങ്ങൾ സ്വാഭാവികമായിട്ട് മീഡിയാസിൽ വരുന്നത് വിശ്വസിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള മാധ്യമ പ്രവർത്തനമാണ്. പാലക്കാട് ഇതുപോലെ പാലക്കാട് MLAക്കെതിരായ വാർത്തകൾ, പാലക്കാടിൻ്റെ വികസന മുരടിപ്പ്, ഇതൊന്നും ചർച്ച ചെയ്യപ്പെടാതെ മറ്റു വിഷയങ്ങളിലൂടെ ഒരു മീഡിയാസ് സെറ്റ് ചെയ്ത ഒരു അജണ്ട പാലക്കാടുണ്ടായിരുന്നു. ഒരു പരിധിവരെ മീഡിയാസ് അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ വീണ്ടും സജീവമാണ്. നമ്മൾ തന്നെ കണ്ടല്ലോ, ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് ആ സമയത്ത് നിയുക്ത MLAമാർക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അപ്പോൾ കോൺഗ്രസിലേക്ക് ഒരു തിരിച്ചുവരവ് ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഉണ്ടായേക്കാം. പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോൾ രമേഷ് പിഷാരടിയെ നിർത്തിയിട്ടുള്ളത് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്നിട്ട് അത് ഷാഫിയുടെ ഓപ്പറേഷനാണ് എന്നൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അടുത്ത ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി ടിക്കറ്റ് നൽകിയേക്കാം. ആ ഒരു സാഹചര്യം പാലക്കാട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതിന് BJP എങ്ങനെയായിരിക്കും നേരിടുന്നത്? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അവർക്ക് പുത്തിരിയൊന്നുമല്ല. ഇതുപോലെ ലൈംഗിക വിഷയങ്ങളിൽ പെടുന്ന ധാരാളം നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടി. അല്ല, അങ്ങനെയുള്ള ഒരാൾ വീണ്ടും പാലക്കാട്ടേക്ക് വന്നാൽ അല്ല, അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തെ പ്രവർത്തിക്കാൻ അനുവദിക്കുമോ? അല്ല, അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കള്ളന്മാർക്കും പെണ്ണുപിടിയന്മാർക്കും എല്ലാമുള്ള അവരുടെ ഒരു അഭയ കേന്ദ്രമായിട്ട് കോൺഗ്രസ് പാർട്ടി മാറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ രാഹുലിനെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതിന് തൊട്ടു മുൻപ് ആദ്യം കോൺഗ്രസ് എടുത്ത നിലപാട് എന്തായിരുന്നു? യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദം അദ്ദേഹം രാജിവെച്ചു. അതിനുശേഷം പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അപ്പോഴും ഇവിടെ സജീവമായിട്ട് നിന്നു. അദ്ദേഹം വരുന്ന സമയത്ത് കോൺഗ്രസ് പ്രവർത്തകന്മാരുടെ നേതൃത്വത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞതിന് ശേഷവും പാലക്കാട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ജയിച്ച കൗൺസിലർമാർ, ഇപ്പോൾ ഈ വിവാദത്തിൽപ്പെട്ട പ്രക്ഷോഭ് ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യം അനുഗ്രഹം വാങ്ങുന്നതിന് വേണ്ടി പോയത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടുത്തേക്കാണ്. അതിനുശേഷം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു മുമ്പ് മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വലിയ വാർത്ത വന്നു. പാലക്കാടിൻ്റെ MP ഒരു ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചർച്ച നടത്തുന്നതിനെക്കുറിച്ച്. അതിനുശേഷം പല അവസരങ്ങളിലും നമ്മൾ കാണാറുണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസ്സുകാർക്കിടയിലും രാഹുൽ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കി എന്ന് കോൺഗ്രസ് പറയുന്ന സമയത്തും തത്വത്തിൽ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് തന്നെയുള്ളത്. ഇതൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഒതുങ്ങി എന്നുള്ളത് തന്നെയുള്ളൂ. ഇനി ഇത്തരത്തിലുള്ള ഒരാൾ പാലക്കാട് വരുന്ന സമയത്ത് പാലക്കാട്ടെ ജനങ്ങൾ തീരുമാനിക്കും ഇതുപോലുള്ള സ്ത്രീ പീഡകനായിട്ടുള്ള ആളുകളാണോ ഞങ്ങൾക്കിടയിൽ പ്രവർത്തിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച്. പിന്നെ രാഹുലിന് സീറ്റ് കൊടുക്കുന്നതും അദ്ദേഹത്തെ ഭാരവാക്കുന്നതും എല്ലാം കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യമാണ്. അതിനകത്തേക്ക് ഞാൻ കൂടുതൽ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ, പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ ഇന്നാട്ടിലെ സ്ത്രീജനങ്ങൾക്ക് എന്ത് മെസ്സേജാണ് കോൺഗ്രസ് പാർട്ടി നൽകുന്നത് എന്നത് ഇന്നാട്ടിലെ കേരള സമൂഹം ചോദിച്ചുകൊണ്ടേയിരിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്നതും ഷാഫിയാണ്, രമേഷ് പിഷാരടിയെ കൊണ്ടുവന്നതും ഷാഫിയാണ്. വാസ്തവത്തിൽ കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും പാലക്കാട്ടെ സ്ഥാനാർത്ഥി ഷാഫിയാണ്. ഈ ഷാഫി പാലക്കാടിന് വളരെ സ്വീകാര്യനാണ് എന്നൊരു ജനപ്രീതി, അതല്ലെങ്കിൽ ഷാഫി എവിടെ പോയി മത്സരിച്ചാലും ജയിക്കും എന്ന രീതിയിലുള്ള ഒരു ജനകീയ പരിവേഷം ഷാഫിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇക്കുറി അത് KCയെ സപ്പോർട്ട് ചെയ്തു എന്നതിൻ്റെ പേരിൽ ആ ജനപ്രീതിയിൽ വലിയ ഇടിവ് പാർട്ടിക്കകത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഷാഫിയുമായിട്ട് സൗഹൃദമുണ്ടോ? അതോ ഈ ഷാഫി ഉണ്ടാക്കിയെടുത്തു എന്ന് പറയുന്ന ഈ ജനകീയ പരിവേഷം അതൊരു PR ടീമിൻ്റെ മാത്രം സംഭാവനയാണോ? അതോ പാലക്കാട് വാസ്തവത്തിൽ ഷാഫിക്ക് അങ്ങനെ ഒരു ജനകീയൻ എന്ന ഇമേജ് ഉണ്ടോ? ഇവിടെ ഷാഫി പറമ്പിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. അദ്ദേഹം ഇവിടെ വന്ന് 2014 മുതൽ 2011 അദ്ദേഹം ആദ്യ ടേം MLA ആയതിൽ 2014 മുതൽ ഏതാണ്ട് 12 വർഷമായി പാലക്കാട് കേരളത്തിലെ ഏറ്റവും അധികം പെൺകുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണ് ഗവൺമെൻറ് മോയൻ ഗേൾസ് സ്കൂൾ. ആ സ്കൂളിൻ്റെ ഡിജിറ്റലൈസേഷന് വേണ്ടിയിട്ട്,
അദ്ദേഹം വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടത്തിയ പദ്ധതിയായിരുന്നു. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ എന്ന് വരെ കാശ് വാങ്ങുന്നുണ്ട്. ഇന്ന് ഈ നിമിഷം വരെയും 12 വർഷമായിട്ടും അത് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. പാലക്കാട് മെഡിക്കൽ കോളേജ് ഇന്നും ഒരു ഗുരുതരമായ അപകടം പറ്റി വരുന്ന ഒരാൾക്ക് ഒരു അടിയന്തര ശസ്ത്രക്രിയ നടത്തണമെന്നുണ്ടെങ്കിൽ ഇന്നും തൃശ്ശൂർ മെഡിക്കൽ കോളേജിനെയോ കോയമ്പത്തൂരിനെയോ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. പല ഗുരുതരമായ അസുഖങ്ങൾക്കും ഇന്നും അവിടെ ഒരു ചികിത്സ ലഭ്യമല്ല. ഏതാണ്ട് ഒരു 1.5 വർഷം മുമ്പാണ് ആ പാലക്കാട് മെഡിക്കൽ കോളേജിൻ്റെ OP തന്നെ ആരംഭിച്ചത്. ആ മെഡിക്കൽ കോളേജിനകത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ തന്നെ അവരുടെ സമരം ഉണ്ടായിരുന്നു. കാരണം അവർക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല. ഞങ്ങളൊരു ശസ്ത്രക്രിയ പോലും ചെയ്യാതെ എങ്ങനെയാണ് ഡോക്ടറായിട്ട് ഞങ്ങൾ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് വലിയ സമരങ്ങൾ കേരളം മുഴുവൻ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു PR വർക്ക് ചെയ്തുകൊണ്ട് അതിനകത്ത് ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്തുകൊണ്ട് ആ ഇമേജിനെ വെച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു കപട രാഷ്ട്രീയക്കാരനാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അദ്ദേഹം പാലക്കാട് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും എണ്ണി എടുത്തോളൂ. ആ വികസന പ്രവർത്തനങ്ങളെല്ലാം പൊള്ളയായ വികസനങ്ങൾ മാത്രമാണ്. ഇവിടുത്തെ കായിക വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു സിന്തറ്റിക് ട്രാക്ക് പണിതു എന്ന് പറഞ്ഞു. അതിനകത്ത് അവർക്ക് വസ്ത്രം മാറുന്നതിനുള്ളൊരു ട്രയൽ റൂം പോലും ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ വലിയ വികസന മുരടിപ്പ് പാലക്കാട് നിൽക്കുന്നുണ്ട്. ഇതിനകത്ത് ഇന്നത്തെ പ്രത്യേകിച്ച് കാലഘട്ടത്തിൽ ഒരു PR ടീമിനെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇമേജ് ബിൽഡ് ചെയ്തുകൊണ്ട് ഒരു സർക്കസ് കൂടാരത്തിലെ കുറുക്കനെ പോലെ ഇതിനകത്ത് ജനങ്ങൾക്കിടയിൽ പറ്റിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്ന് പറയുന്നത്. അത് അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് അദ്ദേഹത്തിൻ്റെ അനുയായികളായിട്ടുള്ള ആളുകളെ മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ മത്സരിപ്പിക്കുക എന്നുള്ള ഒരു നയമാണ് അദ്ദേഹം കാലങ്ങളായിട്ട് ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 ഉപതെരഞ്ഞെടുപ്പിനകത്തും ചെയ്തത്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചെയ്തിരിക്കുന്നത്. ഇത് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയും. തീർച്ചയായും പാലക്കാട്ടെ ഈ ഒരു വികസന മുരടിപ്പിനുള്ള മാറ്റം BJPയിലൂടെ സാധ്യമാവും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരുവിധ സംശയവുമില്ല. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ച് അതിനൊരു മാറ്റം ഉണ്ടാക്കുകയാണ്. പക്ഷെ ഞങ്ങൾ പാലക്കാടിന് പുറത്തുള്ളവർ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നോക്കുമ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ, ഈ അഗ്രഹാരത്തിലെ അമ്മമാർ ഷാഫി പറമ്പിലിനെ കെട്ടിപ്പിടിക്കുന്നു, മോനെ എന്ന് വിളിക്കുന്നു, ഷാഫി എല്ലാവരെയും ചേർത്ത് നിർത്തുന്നു. അതിപ്പോൾ വടകരയിലേക്ക് മാറി എന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഇതെല്ലാം ഫേക്കാണ് എന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല, ഇതിനകത്ത് ഇമേജ് ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ പരിശ്രമത്തിൻ്റെ കാര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് പാലക്കാട്ടുകാരായിട്ടുള്ള ആളുകൾ എല്ലാവരെയും ഇരു കൈ നീട്ടി സ്വീകരിക്കുന്ന ആളുകളാണ്, നിഷ്കളങ്കരായ ആളുകളാണ്. ഇവിടെ കൽപ്പാത്തി അഗ്രഹാരത്തിനകത്ത് നമ്മൾ പോകുന്ന സമയത്ത് ആര് ചെല്ലുന്ന സമയത്തും അവരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ആതിഥ്യ മര്യാദയോടുകൂടിയും സ്വീകരിക്കുന്ന ആളുകളാണ് പാലക്കാട്ടുകാരായിട്ടുള്ള ആളുകൾ. ആ പാലക്കാട്ടുകാർക്ക് തിരിച്ചെന്ത് നൽകി എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ പ്രസക്തമായിട്ടുള്ളത്. ഈ കഴിഞ്ഞ പാലക്കാട്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് ഷാഫി പറമ്പിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. പാലക്കാട്ടുകാർക്ക് ഇനി അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് നടക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാവും. അങ്ങനെയുള്ള ഒരാളെയാണ് പാലക്കാട് MLA സ്ഥാനാർത്ഥിയായിട്ട് കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ് 6 മാസം തികയുന്നതിന് മുന്നേ പാലക്കാട്ടുകാർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഗതികേടിലേക്ക് എത്തിച്ചു രാഹുലിൻ്റെ പ്രവർത്തനം കൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തങ്ങൾ നൽകുന്ന സ്നേഹത്തിന് മറുപടിയായി ഈ പാലക്കാട്ടുകാർ നൽകുന്ന സ്നേഹത്തിന് മറുപടിയായി ഈ പാലക്കാട്ടുകാർക്ക് എന്താണ് തിരിച്ച് നൽകിയത് എന്നുള്ള ചോദ്യത്തിന് ക്വസ്റ്റ്യൻ മാർക്ക് മാത്രമാണ് അവിടെ ഉത്തരമായിട്ടുള്ളത്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ ഒരു PR വർക്ക് ചെയ്തുകൊണ്ട് ഇവിടെ വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ജനകീയനാണ് എന്നുള്ള ഒരു ഫേക്ക് നരേറ്റീവ് സൃഷ്ടിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത്. എൻ്റെ ചോദ്യം വളരെ ഷാർപ്പായിട്ടുള്ള ഒന്നാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലിന് കോൺഗ്രസ് പാർട്ടി വീണ്ടും ഒരു അവസരം നൽകുകയാണെങ്കിൽ, തിരഞ്ഞെടുപ്പ് പ്രചാരണമോ എന്തോ ആകട്ടെ, ആ രീതിയിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം പാലക്കാട്ടേക്ക് വരികയാണെങ്കിൽ അത് അനുവദിക്കുമോ BJP? ഇതിനകത്ത് പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും എല്ലാവിടെയും ഉണ്ട്. പക്ഷെ ജനാധിപത്യ ബോധമുള്ള ഇന്നാട്ടിലെ സ്ത്രീകളെ അമ്മമാരും പെങ്ങന്മാരും ഒക്കെ ആയി കാണുന്ന ഇന്നാട്ടിലെ സ്ത്രീ സമൂഹത്തെ ചേർത്ത് പിടിക്കുന്ന ആളുകൾ, സ്ത്രീ സമൂഹത്തിൽപ്പെട്ട ആളുകൾ, ഇന്നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങൾ എല്ലാവരും ഒത്തൊരുമിച്ച് ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഉൾപ്പെടെ ശക്തമായ തിരിച്ചടി ഈ കേരളത്തിൻ്റെ മണ്ണിൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ശ്രീനേട്ടൻ മരണപ്പെട്ടുകൊണ്ട് ശ്രീനേട്ടൻ്റെ ആ ഭൗതിക ശരീരം വീട്ടിന് മുന്നിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ശ്രീനേട്ടൻ്റെ മോള് നവനീത ആ
അച്ഛനെ നോക്കിയിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്ന ആ ഒരു രംഗമുണ്ട്. ഇന്നാട്ടിലെ ഓരോ സംഘപരിവാർ പ്രവർത്തകൻ്റെയും ഹൃദയത്തിനകത്താണ് ആ ഭാരത് മാതാ കി ജയ് എന്ന് പതിച്ചിട്ടുള്ളത്. അവിലും മലരും കുന്തിരിക്കവും എല്ലാം കരുതി വയ്ക്കാൻ പറഞ്ഞ ആളുകൾ, അത്തരത്തിലുള്ള ആളുകൾക്ക് വെള്ളവും വളവും നൽകുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് RSSകാരൻ്റെ വീടറിയാം, അവൻ്റെ ഭാര്യയുടെ ജോലിസ്ഥലം അറിയാം, അവൻ്റെ ഭാര്യ വീടറിയാം, അവൻ യാത്ര ചെയ്യുന്ന വഴികളറിയാം, അവൻ്റെ ഈ റൂട്ട് മാപ്പ് ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് നടന്ന ആളുകളൊക്കെ ഇന്ന് തീഹാർ ജയിലിൽ ഉണ്ട കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.